ഫിൽറ്റർ ഇല്ലെങ്കിൽ വംശനാശം സംഭവിച്ചു പോകുന്ന ജീവി ആര്? നിന്റെ തന്തയോ? കൊള്ളാം. എടാ, ഞാൻ ഫിൽറ്റർ ഇല്ലാതെ നിന്റെ മുന്നിൽ വന്നു. നീയും കൂടെ വാടാ, വീഡിയോ എടുക്കടാ ഫിൽറ്റർ ഇല്ലാതെ. നിങ്ങളിപ്പോ ഈ അവാർഡ് കൊടുത്ത കുട്ടികളൊക്കെ വേറെ കണ്ടന്റ് ചെയ്തിട്ടാണോ അവർക്ക് കിട്ടിയത്? അല്ലല്ല, നല്ല രീതിയിലുള്ള കണ്ടന്റ് കൊടുത്തിട്ടല്ലേ. നല്ല രീതിയിലായാലും കണ്ടന്റ് കൊടുത്താൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആൾക്കാർ കാണും. സെലിബ്രിറ്റി കൊച്ചമ്മ വരുന്നുണ്ടേ, ആർപ്പോ ഇറോ കൈകൊട്ടിപ്പാടാം, വരവേറ്റിടാം. സോ ഹലോ ഗൈസ്, രേഷ്മ പി തങ്കച്ചൻ പപ്പിയുടെ ഓരോ കള്ളക്കഥകളും തകർന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതിനോടകം തന്നെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചേച്ചി ആണെങ്കിൽ ഒരു സിനിമ ഷൂട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എങ്ങനത്തെ സിനിമയാണോ എന്തോ സിനിമയാണോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ, ഇനി വരുന്ന ദിവസങ്ങളെ അറിയത്തുള്ളൂ. പക്ഷേ ഇതിന്റെ പൂജയുടെ ആ ഒരു സമയത്ത് ചേച്ചി പോയിട്ട് കുറെ ലോക്കൽ മീഡിയാസിന് ബൈറ്റ്സും സംഭവങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞു വെച്ചേക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പീക്ക് ലെവലിൽ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യങ്ങളാണ്. സ്വന്തം മക്കളെ വരെ ഒരു നാണവുമാനും ഇല്ലാത്ത സോഷ്യൽ മീഡിയയിൽ വലിച്ചടിച്ച ഈ ചേച്ചിയെ ആര് സപ്പോർട്ട് ചെയ്യാനാ? ഇപ്പോഴാണെങ്കിൽ സപ്പോർട്ടിന് പകരം നേരെ തിരിഞ്ഞുകൊണ്ട് തുടക്ക സമയത്തൊക്കെ ചേച്ചിയുടെ ഒരു അവസ്ഥ മനസ്സിലാക്കി ചേച്ചിയെ കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ കൂട്ടി തന്നെ ഒരു ആക്ട്രസ് ആയിട്ടുള്ള നമ്മുടെ പ്രിയങ്ക ചേച്ചി ആണെങ്കിൽ തുടക്കത്തിൽ വന്ന് പറഞ്ഞിട്ടുള്ള, അയ്യോ ആ കൊച്ചിന് നിങ്ങളൊരു 3-4 ലക്ഷം രൂപ അങ്ങ് കയ്യിലോട്ട് കൊടുക്കുക, ഇതിൻ്റെ കൂടെ ഒരു 3-4 ലക്ഷം രൂപയും കൂടെ അങ്ങ് പോരായിരുന്നോ? ഇതും കൂടെ കൊടുത്തായിരുന്നെങ്കിൽ ഇത്രയായിട്ടേ ഇവിടെ നിൽക്കുന്നില്ല, കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിലോ എൻ്റെ അമ്മേ. എന്നിട്ട് ആ പ്രിയങ്ക ചേച്ചി ആണെങ്കിൽ ഇപ്പം നേരെ വന്ന് തിരിഞ്ഞേക്കുവാണ് ചേച്ചിക്കെതിരെ. കുറച്ച് നാൾ മുമ്പ് ഇതേ ഒരു സംഭവം തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. പ്രിയങ്ക ചേച്ചിയുടെ ഇൻ്റർവ്യൂസും സംഭവങ്ങളും ഒക്കെ വിവാദമായിട്ടുള്ളതായിരുന്നു. പക്ഷേ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ചേച്ചി വന്നിട്ട് ഇവർക്കെതിരെയായിട്ട് സംസാരിക്കുന്നുണ്ട്. അതാണ് നമ്മൾ നോക്കേണ്ട കാര്യം. അതായത് സഹായിക്കുന്നവരെയും ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നവരെയും നേരെ തിരിക്കാൻ വേണ്ടിയാണ് രേഷ്മ ചേച്ചി ഇറങ്ങി തിരിഞ്ഞേക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് സാമ്പത്തിക സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് വീണ്ടും ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. ഇത്രയും സംഭവങ്ങളൊന്നും കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. രേഷ്മ ചേച്ചിക്ക് നല്ല സാമ്പത്തിക തന്നെ ഇപ്പോൾ ഉണ്ട്. കാരണം ഇഷ്ടംപോലെ ഇനാഗ്രേഷനും പ്രൊമോഷനും ദിവസത്തിന് ദിവസം ചേച്ചിക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ പൈസയും സംഭവങ്ങളും ഒക്കെ ഇല്ലാതിരിക്കുക, എന്തോ പറയാൻ. എന്നിട്ട് പിന്നെ വിവരക്കേട് കാണിച്ച് അതിൽ നിന്നും പൈസ വേണം, സബ്സ്ക്രിപ്ഷൻ തുടങ്ങി അടുത്തൊരു വിവരക്കേടാണ് അത് ഉള്ള വിവാദം എല്ലാം പിടിച്ചു വെച്ച് ഇതൊക്കെ കേട്ടിട്ട് ഒരു നാണവും ഇല്ലാതെ വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എല്ലാം കൊള്ളാം. എന്തായാലും നമുക്ക് തുടക്കത്തിൽ തന്നെ രേഷ്മ ചേച്ചി പറഞ്ഞു വെച്ചേക്കുന്ന ലോക്കൽ മീഡിയാസിനടുത്ത് പറഞ്ഞു വെച്ചേക്കുന്ന 1-2 വീഡിയോ ക്ലിപ്പുകൾ ഒന്ന് പ്ലേ ചെയ്ത് റിയാക്ട് ചെയ്ത് പോവാം. തുടക്കത്തിൽ തന്നെ രേഷ്മ ചേച്ചിയുടെ അതിമനോഹരമായിട്ടുള്ള ഒരു ഡയലോഗാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കിക്കോ. അല്ലേ സ്വന്തം കാലുകൊണ്ട് കാറിലോട്ട് കയറുന്ന രേണു സാധാരണക്കാരി. എന്തായാലും കൊള്ളാം കേട്ടോ. പറയുന്ന പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചേച്ചി അങ്ങ് രാജകുമാരിയല്ലേ. സ്വന്തം കാലിൽ നടന്ന് കാറിൽ കയറുന്ന രേഷ്മ പി തങ്കച്ചൻ. അപ്പൊ ഇത്രയും നാൾ ചേച്ചി വേറെ ആരുടെങ്കിലും കാലും കൊണ്ടാണോ നടന്നേ? പണ്ട് ഞങ്ങൾ കണ്ടിട്ടുള്ള കാലൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു, ഇതാണോ ഒറിജിനൽ എന്നും മനസ്സിലാവുന്നില്ല. പറയുന്ന പറച്ചിലൊക്കെ അതേ കൂട്ടുള്ള രീതിയിലാണ്. എന്റെ പൊന്നു രേഷ്മ ചേച്ചി, നിങ്ങൾ പറയുന്നത് ഈ ലോക്കൽ മീഡിയാസിലാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ചേച്ചി സ്വന്തം കാലിൽ നിൽക്കാറായെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. തങ്കച്ചൻ പപ്പ ഇതൊക്കെ കാണുന്നുണ്ടോ എന്തോ? ആരുടെ സഹായം വേണ്ടെന്നൊക്കെയാണ് രേഷ്മ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ആൾക്കാരുടെ സഹായം ഉള്ളതുകൊണ്ട് മാത്രമാണ് ചേച്ചി ഇപ്പൊ താമസിക്കുന്ന വീട് സ്ഥലമൊക്കെ ചേച്ചിക്ക് കിട്ടിയത്. ഇപ്പൊ പക്ഷെ ആരുടെ സഹായം വേണ്ട, ചേച്ചിക്ക് സ്വന്തം കാലിൽ നിൽക്കാറായെന്ന്. അന്നേരം ആൾക്കാരെ സഹായിച്ചായിരുന്നെങ്കിലേ ചേച്ചിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ല ചേച്ചി തന്നെ അത് വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എളിമയോടെ വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ചേച്ചിക്ക് അതിന്റെ ആവശ്യമില്ല. ചേച്ചിക്ക് ആൾക്കാരെ സഹായിക്കാതെ തന്നെ ആവശ്യത്തിന് അധികമായിട്ടുള്ള പൈസയും ചേച്ചിയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റാരുടെ സഹായം ചേച്ചിക്ക് വേണ്ടെന്ന് അറിയാനും കൊള്ളാം കേട്ടോ. ചേച്ചി നന്ദി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആൾക്കാർ ചെയ്തിരുന്ന കാര്യത്തിന് ചെറിയൊരു നന്ദിയെങ്കിലും ആവും. ഇത് നന്ദിയുമില്ല ഒന്നുമില്ല, നന്ദികേട് മാത്രമേ കാണിക്കുന്നുള്ളൂ. സഹായിച്ചവരെ കൊണ്ട് വരെ തിരിച്ചു പറയിപ്പിക്കുന്ന രീതിയില്ല ചേച്ചി ഇപ്പൊ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, ഇതേ കൂട്ടുള്ള ബൈറ്റ്സ് തന്നെയാണ് ചേച്ചി കൊടുത്തിട്ടുള്ളത്. അതായത് അടുത്ത പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് കേട്ട് നോക്കണം കേട്ടോ. പറയുന്നുണ്ട് രേണു എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഋതപ്പന്റെ അടുത്ത്, അങ്ങനെ എന്തെങ്കിലും രേണു എന്തൊക്കെ പറഞ്ഞു വെച്ചാൽ എന്റെ മകനല്ലേ അത്, ഞാൻ പറഞ്ഞു വെക്കട്ടെ. എന്താണ് പറഞ്ഞു വെച്ചാൽ ആൾക്കാർക്ക് ഇപ്പൊ കുഴപ്പം. എന്റെ മകനോട് ഞാൻ പറയും, ചിലപ്പോൾ പറയാതിരിക്കും. അത് എന്റെ ഇഷ്ടമല്ലേ, അങ്ങനെ എന്തിനാ നാട്ടുകാർ ഇടപെടുന്നത്? കേട്ടല്ലോ, 2 കാര്യങ്ങളാണ് ചേച്ചി അതിനകത്ത് പറയുന്നത്. ഒന്ന് മക്കളെ പറ്റി, അതിനെ കുറിച്ച് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് വിശദീകരിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് അതായത് രേഷ്മ ചേച്ചി അറിയാവുന്ന എല്ലാവർക്കും രേഷ്മ ചേച്ചിയുടെ പ്രശ്നങ്ങളും അറിയാമല്ലോ. അതായത് മക്കളെ കൂടെ വലിച്ചടയ്ക്കുന്ന പിന്നെ ഈ കിച്ചു ചേട്ടൻ്റെ ഒരു വിഷയം എല്ലാം കൂടെ ആ ചേച്ചി പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യമാണ് എൻ്റെ മക്കളെ ഞാൻ പറഞ്ഞ് തിരിപ്പിക്കുക, അതിന് ഏത് ആൾക്കാർക്കാണ് അവർക്ക് എന്താണ് ബന്ധമെന്ന്. ഈ ആൾക്കാർ ചേച്ചിയെടുത്ത് ചോദിക്കാനും പറയാനും നിന്ന ആ ഒരു സമയത്ത്, അതായത് പണ്ട് നമ്മൾ കുറച്ച് മുമ്പ് അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യം ഇതിനകത്ത് ആപ്ലിക്കബിൾ ആണ്. അതായത് ഈ ചേച്ചി പറഞ്ഞിട്ട്
തള്ളിയിട്ടുള്ള ഈ പുച്ഛിച്ച് തള്ളിയിട്ടുള്ള നാട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ടാണ് ചേച്ചി ഇപ്പോൾ ആ താമസിക്കുന്ന വീട് കിട്ടിയിട്ടുള്ളത്. ഏതാണ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം. പിന്നെ മക്കളെ തമ്മിൽ കൂട്ടി അടിപ്പിച്ചിട്ട് കണ്ട് രസിച്ചുകൊണ്ടിരുന്ന് കൈ അടിക്കാൻ വേണ്ടി ഒരു അമ്മമാർ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചേച്ചി വിചാരിക്കേണ്ട. എൻ്റെ പൊന്ന് രേഷ്മ ചേച്ചി, നിങ്ങൾ എന്തുവാണ് സത്യം പറഞ്ഞാൽ പറയുന്നത്? ആ അനിയനെയും ചേട്ടനെ അടുപ്പിച്ചിട്ട് ചേച്ചിക്ക് എന്തോ സമാധാനം കിട്ടാൻ? കിച്ചു ചേട്ടൻ റീച്ചിന് വേണ്ടിയാണോ ഈ കൊച്ചിനെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നത്? രേഷ്മ ചേച്ചിക്കെതിരെ തിരിഞ്ഞ് വീഡിയോ ഇട്ടേന്ന് ആൾക്കാർ ഈ ലോക്കൽ മീഡിയാസ് ചേച്ചിയെടുത്ത് ചോദിച്ചപ്പോൾ ചേച്ചി പറയുകയാണ് എനിക്കറിയത്തില്ല. അവൻ്റെ അടുത്ത് ചോദിച്ചു നോക്ക്. അവൻ്റെ അടുത്ത് ചോദിച്ച് നോക്കുന്ന പുച്ഛിച്ച് തള്ളി ചിരിച്ചുകൊണ്ട് പറയുന്ന രേഷ്മ ചേച്ചിയുടെ ആ ഒരു സംസാരം കേട്ട് കഴിഞ്ഞാൽ ആർക്കായാലും മനസ്സിലാവും. നേരിട്ട് പറയുന്നതിന് പകരം ഡബിൾ മീനിങ് വഴി ചേച്ചി പറയുകയാണ് റീച്ചിന് വേണ്ടിയാണ് എന്ന് തന്നെയാണ് ചേച്ചി പറയുന്നത്. ഒരു മക്കളെയോ ഒരു അമ്മയെ ഇതോട്ട് നാറ്റിച്ചു വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേച്ചി എന്തൊക്കെയാണ് പറയുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല കാര്യമാണ്, നല്ല റീച്ചിന് വേണ്ടിയുള്ളതാണ് എന്നൊക്കെയാണ് ചേച്ചി വിചാരിച്ചേക്കുന്നത്. എങ്കിൽ ചേച്ചിക്ക് തെറ്റി. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് മാത്രമേ ബാധിക്കത്തുള്ളൂ. ഇനി ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് കുറേ സെലിബ്രിറ്റികൾ ഇതിനെക്കുറിച്ച് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്കെതിരെയായിട്ട്. ഇനിയിപ്പോൾ പുതിയ പ്രിയങ്ക ചേച്ചി തുടക്കത്തിൽ എൻ്റെ രേണു ഇനി നിങ്ങൾ 3 ലക്ഷം 4 ലക്ഷം രൂപ കൊണ്ടങ്ങ് കൊടുക്കും മാസം എന്ന് പറഞ്ഞ പ്രിയങ്ക ചേച്ചി ഇപ്പോൾ തിരിഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. അതൊന്ന് കേൾപ്പിച്ചേരാം, നിങ്ങളത് കേട്ട് നോക്ക്. നിങ്ങളിപ്പോ ഈ അവാർഡ് കൊടുത്ത കുട്ടികളൊക്കെ വേറെ കണ്ടന്റ് ചെയ്തിട്ടാണോ അവർക്ക് കിട്ടിയത്? അതല്ല, നല്ല രീതിയിലുള്ള കണ്ടന്റ് കൊടുത്തിട്ടല്ലേ? കേട്ടല്ലോ, അത് കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രിയങ്ക അവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ ഒരു ആൻറ്റിക്ക് ഇത്രയും വിവരവും ബോധവും ഉണ്ടായിട്ടാണ് തുടക്കത്തിൽ വന്ന് കിടന്ന് ഈ രേഷ്മ ചേച്ചിയെ വന്ന് കിടന്ന് സപ്പോർട്ട് ചെയ്തേ. ഈ റിയാക്ഷൻ ചാനലിന് ആദ്യമേ ഇത് സംഭവങ്ങളെല്ലാം അറിയായിരുന്നു. രേഷ്മ ചേച്ചി എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനു വേണ്ടിയാണ് നടക്കുന്നത് എല്ലാം അറിയായിരുന്നു. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന റിയാക്ഷൻ ചാനൽസിനെതിരെ പ്രിയങ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചേച്ചി തന്നെയാണ് തുടക്കത്തിൽ രംഗത്ത് വന്നിട്ടുള്ളത്. സുഹൃത്തുക്കളെ, എൻ്റെ രേണു എന്നാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ രേണുവിന് 3 ലക്ഷം കൊടുക്ക്. ഇതും കൂടെ കൊടുത്തായിരുന്നെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോണേ. എന്തായാലും ചേച്ചി പറഞ്ഞത് കൂട്ട് തന്നെ ഇപ്പോൾ ഈ ചേച്ചി എനിക്ക് ഒരു അവാർഡ് ഷോയ്ക്ക് പോയപ്പോഴാണ് ഈ ഒരു ബൈറ്റ് എടുക്കാൻ വേണ്ടി ലോക്കൽ മീഡിയ ചെന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ വെച്ച് പറയുന്നത് ഈ ആൾക്കാർ ഈ ലോക്കൽ മീഡിയാസ് ചോദിക്കുന്നത് രേണു ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷനെ കുറിച്ച്. അപ്പോൾ ഇവർ ചോദിക്കുന്നത് ഈ അവാർഡ് സംഭവങ്ങളൊക്കെ ഈ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത് ഇതേപോലുള്ള സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടാണോ, നല്ല കണ്ടന്റ് ചെയ്തിട്ടാണോ എന്ന്. എൻ്റെ പൊന്നു രേണു ചേച്ചി, നിങ്ങളായാലും നമ്മൾ പറയുന്ന കൂട്ടി തന്നെ നല്ല കണ്ടന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചേച്ചി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് അമ്മമാരുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി തുടക്കത്തിൽ സപ്പോർട്ട് ചെയ്തതാണ് ഇതിലോട്ടൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ്. അത് എന്തിനേറെ പറയാൻ വേണ്ടി കുറേ ആൾക്കാർ ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ ചേച്ചി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത്രയും വിവരക്കേട് കാണിച്ചിട്ട് വരെ. എന്നിട്ടും ചേച്ചി സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും തിരിയാനുള്ള കാരണം. വ്യക്തി എക്സാമ്പിൾ ആണ് നമ്മുടെ പ്രിയങ്ക ചേച്ചി. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ഇപ്പോൾ ചേച്ചിയെ വിമർശിക്കുന്നത്, കൂടുതലായിട്ടും വിമർശിക്കുന്നത്. നല്ല രീതിയിലായാലും കണ്ടന്റ് കൊടുത്താൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്താണ് കൂടുതൽ ആണുങ്ങൾ തന്നെയല്ലേ കാണുന്നത് മാക്സിമം. മിനിമം നിങ്ങളൊക്കെ തന്നെയല്ലേ കാണുന്നത്. ചേച്ചി കാണുന്ന നല്ല ഡ്രസ് ഇട്ട ആൾക്കാരെ കാണാനാണോ ഇഷ്ടം? ഇതേപോലെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടവർ? ഞാൻ നിങ്ങളോട് തന്നെ തിരിച്ചു ചോദിക്കട്ടെ, നിങ്ങൾക്ക് എങ്ങനെ കാണുന്നതാ ഇഷ്ടം? നിങ്ങൾക്ക് നല്ല ഡ്രസ് എങ്ങനെ? എന്റെ ഉദ്ദേശം ഞാൻ അതല്ലേ ഇഷ്ടം? അതെ, ഓരോരുത്തരുടെ ശരീരത്തിന് ചേരുന്ന ഏത് ഡ്രസ്സും ഏതൊരു വ്യക്തിക്കും ഇടാം. അത് സമൂഹത്തിൽ വരുമ്പോൾ അത് വൾഗറാവാതിരിക്കാൻ നോക്കുക. കാരണം നിങ്ങൾ എങ്ങനെയൊക്കെ വന്ന് അത്രയും വൾഗറായിട്ട് നടന്നു പോയാലും മുഖത്തൊരു ചുണ്ടി വരുന്നത് സാധാരണയാണ്. അത് നമ്മുടെ കേരളത്തിൽ കുറച്ച് കൂടുതല. അതൊന്ന് ശ്രദ്ധിക്കാൻ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഓക്കെ, ആദ്യം ചേച്ചി പറഞ്ഞിട്ടുള്ളത് കാര്യമായിട്ടുള്ള കാര്യമാണ്. എന്ത് ചെയ്ത് കഴിഞ്ഞാലും കുറ്റം പറയാനും കുറെ ആൾക്കാരുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും നല്ല കണ്ടന്റ് ചെയ്തിട്ടാൽ പോലും 100 പേര് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ 10 പേര് ഉറപ്പായിട്ടും മോശം പറയും. അത് നമ്മുടെ നാടിനുള്ളൊരു കുഴപ്പമാണ്. അങ്ങനെ കുറ്റം പറഞ്ഞാൽ പോലും, അതായത് ചേച്ചി ഈ രേഷ്മ ചേച്ചിയുടെ ഒരു കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുറ്റം മാത്രമേ വരുന്നുള്ളൂ. 100 കമന്റ് വന്ന് 99 കുറ്റം, ഒരെണ്ണം മാത്രമേ ഉള്ളൂ നല്ല കമന്റ്. അത് ചേച്ചിയുടെ ഏതെങ്കിലും കൂട്ടുകാരോ എങ്ങാണോ അയക്കുന്നതായിരിക്കും. എൻ്റെ പൊന്നെ, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൊലിക്കെട്ട് സമ്മതിക്കണം കേട്ടോ. അതായത് ഈ ആൾക്കാർ എന്തെങ്കിലും കുറ്റമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രേഷ്മ ചേച്ചിയുടെ ഭാഗത്തു നിന്നുള്ള കുറ്റത്തിനെയാണ് ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പ്രശ്നമാക്കിയാണ് രേഷ്മ ചേച്ചി അവിടെ കാണുന്നത്. അതായത് എന്നെ പഠിപ്പിക്കാൻ പറ്റേ, എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. എൻ്റെ ലൈഫ് ഞാൻ ഇഷ്ടമുള്ള കൂട്ട് ജീവിക്കും. ഇഷ്ടമുള്ള കൂട്ട് ജീവിച്ചോ, പക്ഷേ ഇത് സോഷ്യൽ മീഡിയ ആണ്. ഇത് കാണുന്നത് ചേച്ചി തന്നെയല്ല. ചേച്ചി തന്നെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ചേച്ചി തന്നെ ഇത് കാണുമല്ല. ചേച്ചി എന്തെങ്കിലും കാട്ടിക്കൂട്ടി സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാം കൂട്ടുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ ഇടുമ്പോൾ കാണുന്നത് ഇതേപോലുള്ള പ്രേക്ഷകരാണ്. ആ പ്രേക്ഷകർക്ക് കാണിക്കാൻ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ചെയ്യുമ്പോൾ, അതായത് അവരെ വിവരക്കേട് കാണിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിലോട്ട് ഇടുമ്പോൾ അവർ വിമർശിക്കാൻ വേണ്ടി ആൾക്കാർക്ക് റൈറ്റ്സ് ഉണ്ട്. ചേച്ചിക്ക് ഇങ്ങനത്തെ കാട്ടിക്കൂട്ടാമെങ്കിൽ ആൾക്കാർക്ക് വിമർശിക്കാനുള്ള റൈറ്റും ഉണ്ട്. അത് കേൾക്കാമെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ ഇറങ്ങിത്തിരിക്കാവൂ. ഇത് രണ്ടും പറ്റത്തില്ല. ചേച്ചി എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് അവരെ നേരെ തെറി വിളിക്കുകയും വേണം. അതിനുശേഷം ചേച്ചി ആണെങ്കിൽ എന്തെങ്കിലും മോശമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും വേണം. ഇത് ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല. എനിക്ക് ശരീരത്തിൽ ചെയ്യുന്ന ഡ്രസ്സിന് എനിക്ക് ഇടാൻ പറ്റുള്ളൂ, അല്ലാതെ ഞാൻ ഇട്ട് നടക്കൂല്ല.
എന്റെ ഇഷ്ടം എനിക്ക് സാരി കൊടുത്ത് നിങ്ങളുടെ ഞാൻ നിൽക്കണമെന്ന് ഇഷ്ടം, അതേപോലെ ഞാൻ പോകും. ഇപ്പൊ ചേച്ചി പറഞ്ഞ ഈ ഒരു ബോധം നമ്മുടെ രേഷ്മ ചേച്ചിക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നാട് തന്നെ നന്നായേനെ. ഇനി നമ്മൾ നോക്കേണ്ട മറ്റൊരു വിഷയമാണ്, അതായത് തെറിയെ പ്രൊമോട്ട് ചെയ്യുന്ന രേഷ്മ പി തങ്കച്ചൻ. എൻ്റെ പൊന്ന് രേഷ്മ ചേച്ചി, ഇങ്ങനെയൊക്കെ തെറിയെ വന്നുകൊണ്ട് പ്രൊമോട്ട് ചെയ്യാമോ? ചേച്ചി ഒരു റീൽസ് എന്ന ലാഘവത്തോടെയാണ് ഇട്ടിട്ടുള്ളത് എങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ ആ ഒരു സംഭവം, ഈ ഒരു തെറിവിളി എത്താത്തവരിലോട്ടും കൂടെ ചേച്ചി ഇടുമ്പോൾ എത്തുകയാണ്. അപ്പോൾ അവിടെ തെറിവിളിയെ പ്രൊമോട്ട് ചെയ്യുകയാണ് രേഷ്മ ചേച്ചി ചെയ്യുന്നത്. അതായത് ഒരു റീൽസ് ചേച്ചി ഇട്ടിട്ടുണ്ട്, ആ റീൽസ് ഞാനൊന്ന് പ്ലേ ചെയ്യാം വിത്ത് ക്യാപ്ഷനും കാണിച്ചതിന് ശേഷം നമുക്ക് അടുത്തൊരു റീൽസിലോട്ട് പോവാം. എന്റെ ഏട്ടനെ വിളിക്കാട്ടെ, നിങ്ങൾ വീട്ടുകാരനും പോയി വിളിക്കടാ തെണ്ടികളെ, എന്റെ കെട്ടിയവനിയാ. കേട്ടല്ലോ. എന്തായാലും ഞാൻ എൻ്റെ ചാനൽ ഈ ഒരു വീഡിയോ ബ്ലീപ്പ് സൗണ്ട് ഇട്ട് മാത്രമേ കേൾപ്പിക്കത്തുള്ളൂ. എങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ പലവർക്കും ഉള്ളിൽ തോന്നുന്ന ഒരു ചോദ്യമായിരിക്കും, പലവരും കമൻറ്റ് ബോക്സിൽ വന്ന് എഴുതിയും ഇടും. അതായത് അവരല്ലല്ലോ വിളിക്കുന്നത്, മറ്റവർ വിളിച്ചത് റീൽസ് ആക്കി ചേച്ചി ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സമ്മതിച്ചു. മറ്റവർ വിളിച്ചത് ചേച്ചി അല്ലെങ്കിൽ റീൽസ് എന്നോണ രീതി ഇട്ടെന്ന് തന്നെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ക്യാപ്ഷൻ നിങ്ങളൊന്ന് വായിച്ച് നോക്കണം, സൈഡിൽ ഞാൻ കൊടുക്കാം. തല പോയാലും ഞാൻ ചീത്ത വിളിക്കത്തില്ല. ശരിയാണ്, രേഷ്മ ചേച്ചി ഇന്നേ വരെ സോഷ്യൽ മീഡിയ വന്ന് ചീത്ത വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടേ ഇല്ല. പക്ഷെ തന്തയ്ക്ക് വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പം ഞാൻ കേൾപ്പിച്ചാലും നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഫിൽറ്റർ ഇല്ലെങ്കിൽ വംശനാശം സംഭവിച്ചു പോകുന്ന ജീവി ആര്? നിന്റെ തന്തയോ? കൊള്ളാം. എടാ, ഞാൻ ഫിൽറ്റർ ഇല്ലാതെ നിന്റെ മുന്നിൽ വന്നു, നീയും കൂടെ വാടാ വീഡിയോ എടുക്കടാ ഫിൽറ്റർ ഇല്ലാതെ, കേട്ടാ? ഇങ്ങോട്ട് ചൊറിയാൻ വരല്ലേ. കണ്ടല്ലോ, ഇത് പലവർക്ക് സംഭവം എന്തോന്ന് കത്തിക്കാണും. അതായത് അല്ലെങ്കിൽ ചേച്ചി എടുത്ത് ഒരാൾ ചോദിക്കുകയാണ് ഫിൽറ്ററിനെ കുറിച്ചിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചേച്ചി ഒരു 100 റീൽസ് ഇട്ട 99 റീൽസും ഫിൽറ്റർ ഓണാക്കി. എനിക്ക് സൗന്ദര്യമുണ്ട്, ഞാനെങ്കിൽ ഇനിയും ബ്യൂട്ടീഷ്യൻ ചെയ്യും, ബ്യൂട്ടീഷ്യൻ എത്ര ചെയ്താലും ചേച്ചി ആണെങ്കിൽ ഫോണിലുള്ള ഫിൽറ്റർ മൊത്തം ഓണാക്കിയേ ചേച്ചി റീൽസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനെ തുടർന്നിട്ട് ഒരു പ്രേക്ഷകനാണെങ്കിൽ കമന്റ് അയച്ചേക്കുവാണ് ഫിൽറ്റർ ഇല്ലാതെ നിങ്ങൾക്ക് വരാൻ പറ്റുമോ എന്ന്. അപ്പോൾ ചേച്ചി അതിന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന മറുപടിയാണ് നിങ്ങൾ കേട്ട പച്ചത്തെറി. തന്തയ്ക്ക് വിളിക്കുകയാണ് ചേച്ചി. ആ തെറിയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രേഷ്മ ചേച്ചിയെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ പിന്നെ നേരത്തെ അവർ വിളിച്ചത് റീൽസ് ആക്കിയിട്ട് രേഷ്മ ചേച്ചി ഇപ്പോൾ എവിടെ വന്ന് കിടന്ന് പച്ചയ്ക്ക് ഡാഡിക്ക് വിളിക്കുന്ന രേഷ്മ ചേച്ചി തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? രണ്ടും നെഗറ്റീവ് തന്നെയാണ് സോഷ്യൽ മീഡിയയിലോട്ട് കൊടുക്കുന്നത്. കുട്ടികൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് കിടന്ന് പച്ചത്തെറി വിളിക്കാൻ രേഷ്മ ചേച്ചിക്ക് ആരാ അനുവാദം തന്നെ? ഇതേോട്ട് ചേച്ചി ഇങ്ങനെ ഫിൽറ്റർ ഓണാക്കി ഇടുന്നോണ്ടല്ലേ ആൾക്കാർ വിമർശിക്കാൻ വരുന്നേ. അപ്പോൾ ആ വിമർശനം കേൾക്കാൻ ചേച്ചി ബാധ്യസ്ഥയാണ്. അപ്പോൾ പിന്നെ വിമർശനം കേൾക്കുന്നതിന് പകരം ആ വിമർശിക്കുന്ന ആളെ പച്ചത്തെറി വിളിച്ചുകൊണ്ടാണ് രേഷ്മ ചേച്ചി രംഗത്ത് വരുന്നത്. രണ്ടും കൂടെ നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല രേഷ്മ ചേച്ചി, പറ്റത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തലയടിച്ചു പോയി ഇതൊക്കെ കണ്ടും കേട്ട്. അപ്പോൾ പിന്നെ നിങ്ങളുടെ അവസ്ഥ എനിക്ക് ആലോചിക്കാന്നേ ഉള്ളൂ. ചേച്ചി ആണെങ്കിൽ ഒരു സിനിമയുടെ പൂജ നടക്കുന്ന ഒരു സ്ഥലത്ത് വന്നാണ് ഇതേപോലുള്ള വൃത്തികേടൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും അല്ല, ഇതിനെ കവിഞ്ഞ് കുറേ സംഭവങ്ങളും ചേച്ചി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു വീഡിയോ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ തലയടിച്ചു പോയി. ഇനിയിപ്പോൾ അത് റിലാക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് രേഷ്മ ചേച്ചിയുടെ ഒരു ഡാൻസും കൂടെ ആയാലോ? കമോൺ. എന്തായാലും കൊള്ളം കെട്ടി. എന്തൊക്കെ മാറി പറഞ്ഞാലും, അതായത് കാക്ക മലന്ന് പറഞ്ഞാൽ പോലും രേഷ്മ ചേച്ചിയുടെ സ്റ്റെപ്പിന് മാത്രം ഒരു മാറ്റമില്ല. ഈ ഒരേ സ്റ്റെപ്പ് തന്നെ, പക്ഷെ മുഖത്തെ എക്സ്പ്രഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആരാണ്ട് നിർബന്ധിച്ച് കളിക്കുന്നു പറഞ്ഞ് ഡാൻസ് കളിപ്പിച്ച രീതിയാണ്. എന്തായാലും രേഷ്മ ചേച്ചി ഇനിയെങ്കിലും കുറച്ച് പുതിയ സ്റ്റെപ്പ് അടിച്ചിട്ട് ഇതേപോലുള്ള ഡാൻസ് ഒക്കെ കളിക്കുക ചേച്ചി. ഒരെണ്ണം എത്രയെന്നും പറഞ്ഞാൽ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു മടുപ്പ് തോന്നത്തില്ലയോ? ഇനിയെങ്കിലും ഇതേപോലുള്ള റീൽസുമായിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പ് ഒന്ന് മാറ്റി പിടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണികൾക്കും കൊള്ളാം, ചേച്ചിക്കും കൊള്ളാം. എന്തായാലും കൊള്ളാം കെട്ടി. ഇതൊക്കെ കണ്ടപ്പോൾ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ള. കുറേ ആൾക്കാർ ചേച്ചി സപ്പോർട്ട് ചെയ്തവരാണ് ഇപ്പോൾ തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കിയൊക്കെ ഇനിയും ആൾക്കാർ തിരിഞ്ഞു വരാൻ കിടക്കുന്നതേ ഉള്ളൂ. കാരണം ചേച്ചി പിന്നെ ഓരോ ദിവസം കഴിയുന്നവരും ഇതോട്ടുള്ള വിവരക്കേട് അങ്ങ് പീക്ക് ലെവലിൽ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ കണ്ടും കേട്ടും തന്നെ അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇതിനെ തുടർന്നിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ദയവ് ചെയ്ത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് വെച്ചേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ഹൈപ്പും ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ കുറച്ച് ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ച് റൈറ്റിലോട്ട് പോട്ടെ. ഞാൻ സ്ട്രേറ്റ് പോകാം. അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.